കർത്താവിൻ്റെ അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 119 സങ്കീർത്തനം, അതിൻ്റെ 48 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇങ്ങനെയാണ്: ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു, ഞാൻ അവയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു. ഈ ദാസിക്ക് നൽകിയ വാഗ്ദാനം ഓർക്കണമേ, അതുവഴിയാണല്ലോ അങ്ങെനിക്ക് പ്രത്യാശ നൽകിയത്. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. അധർമ്മികൾ എന്നെ കഠിനമായി പരിഹസിക്കുന്നു, എന്നാലും ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്നും വ്യതിചലിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 യേശു ആരാധന. സ്വർഗീയ പിതാവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, അവരെ ശക്തിപ്പെടുത്തണമേ, കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദാസിക്ക് നൽകിയ വാഗ്ദാനം ഓർക്കണമേ. യേശു ഒരു ദാസനായാലും ദാസിക്കായാലും ദൈവമക്കൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരുന്ന് ദൈവം തന്ന വാഗ്ദാനത്തിനനുസരിച്ച് നമ്മൾ കർത്താവിൻ്റെ വചനത്തെ ഓർക്കുകയും ധ്യാനിക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അതുവഴി നമുക്ക് ജീവൻ തരുന്നത്. ആ ജീവൻ നൽകുന്ന സ്വർഗീയ പിതാവ്, ദുരിതങ്ങളിലൊക്കെ നമുക്ക് ആശ്വാസം പകരുന്നവൻ. എന്താ പറഞ്ഞത്? അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങ് ജീവൻ നൽകുന്നു. കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. എനിക്ക് പലപ്പോഴും ദുരിതങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ദുരിതത്തിലകപ്പെടുമ്പോഴെല്ലാം എൻ്റെ കർത്താവിൻ്റെ വാഗ്ദാനം എൻ്റെ മേൽ വന്ന് എന്നെ അതിൽ നിന്ന് എല്ലാ രീതിയിലും എന്നെ വ്യത്യസ്തമായ രോഗത്തിൽ നിന്നെല്ലാം കർത്താവ് എന്നെ പൊക്കിയെടുക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നെന്ന് മാത്രമല്ല, ഈ വചനം അനുസരിക്കുന്ന എല്ലാ മക്കളെയും സർവശക്തനായ ദൈവം ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മെ വീണ്ടെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയായ കരം, ആ കരം നമ്മളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളെ പക്ഷേ അധർമ്മികൾ എന്നെ കഠിനമായി പരിഹസിക്കുന്നു, എന്നാലും ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്നും വ്യതിചലിക്കുകയില്ല. കഠിനമായി പരിഹസിക്കുന്ന അധർമ്മികളുണ്ടാകും. അവരങ്ങനെ നമ്മളെ എന്തു വേണമെങ്കിലും പറയട്ടെ, നമുക്കതൊരു വിഷയമല്ല. കാരണം ഇനി ദൈവത്തെ പോലും പറയുന്ന ജനം നമ്മളെ പറയാതിരിക്കുമോ? ഹല്ലേലൂയ. അപ്പോൾ അധർമ്മികൾ എന്നെ കഠിനമായി പരിഹസിക്കുന്നു, എങ്കിലും ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങയുടെ നിയമമാണ് എനിക്ക് അഭികാമ്യം. അങ്ങയുടെ നിയമത്തിലാണ് എനിക്ക് ആനന്ദം. അങ്ങയുടെ നിയമത്തിലേക്കാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങയുടെ നിയമത്തിൽ നോക്കുമ്പോൾ എന്നെ ആര് പരിഹസിച്ചാലും നിന്ദിച്ചാലും എനിക്ക് യാതൊരു വിഷമവും തോന്നത്തില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അമ്മ പ്രസവിച്ച 10 മക്കളിൽ ഞങ്ങൾ 9 പേരും ഇന്ന് നിലനിൽക്കുന്ന 9 പേരിൽ ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. എനിക്ക് ആക്സിഡൻറ്റ് പറ്റി എണ്ണലൊടിഞ്ഞ് ബോൾ സ്റ്റമ്പും ഒക്കെ വെച്ചിരിക്കുകയാണ്. എനിക്ക് ഒരു ജോലിക്കും പോകാനൊക്കത്തില്ല. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വചനമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ വചനത്താൽ ജീവിക്കുന്നു. എനിക്ക് വേണ്ടത് എൻ്റെ സഹോദരങ്ങൾ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടത് തക്ക സമയത്ത് തരുവാൻ എൻ്റെ ദൈവം ഒരുക്കുന്നുണ്ട്. അവർക്ക് ദൈവം ധാരാളമായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ദൈവം എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കുടുംബങ്ങളെ, എൻ്റെ ബന്ധുമിത്രാദികളെ എല്ലാം അനുഗ്രഹിക്കുന്നുവെങ്കിൽ ആ അനുഗ്രഹിക്കുന്ന ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവരെ, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, അങ്ങനെ നമ്മൾ ദൈവസ്നേഹത്തിൽ നിറയണം. ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ ജീവിക്കണം. ദൈവം ആരെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ദൈവവുമായിട്ട് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. നമ്മൾ വീട്ടിൽ ഒരാൾ ദൈവത്തിന് വേണ്ടി നെടുത്തൂണായി നിൽക്കുമെങ്കിൽ സ്വർഗത്തിലെ പിതാവ് നമ്മളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്കയോസിനോട് കർത്താവ് എന്താ പറഞ്ഞത്? ഇന്ന് നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കുന്നു. സക്കയോസാണ് പശ്ചാത്തപിച്ചത്. പക്ഷേ കുടുംബത്തിനാണ് അനുഗ്രഹം നൽകുന്നത്. അപ്പം കുടുംബത്തോട് അനുഗ്രഹിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ.
അങ്ങനെ നമുക്ക് കൂടുമ്പൊഴിമ്പമുള്ള കുടുംബമായി മാറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ദുരിതങ്ങൾ, പല ദുരിതങ്ങളും വരും. ദുരിതങ്ങൾ അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. അങ്ങയുടെ വാഗ്ദാനമായ വചനം, ആ വചനം അയച്ച് എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. അപ്പം നമുക്ക് ദുരിതം വരുത്തില്ലെന്നല്ല, കഷ്ടതകളും പീഡകളും സഹനങ്ങളും എല്ലാ വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ നമ്മുടെ ദൈവത്തെ വിട്ടുകളയരുത്. ദൈവത്തെ മുറുക്കി പിടിക്കണം പ്രിയ സഹോദരങ്ങളെ. ഞാൻ പോകുന്നിടത്ത് മുൻപിലും പിൻപിലും എനിക്ക് കാവലാകുന്ന എൻ്റെ സ്വർഗീയ പിതാവ്. നമുക്കിനി ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവരാരും നമ്മുടെ കൂടെ വരത്തില്ല. നമ്മളെവിടെ പോയാലും നമ്മുടെ കൂടെ വരാൻ കഴിവുള്ള സ്വർഗീയ പിതാവാണുള്ളത്. അപ്പോൾ ആ പിതാവിനെ നമുക്ക് മുറുകെ പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ഈ വചനം കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവർക്കെല്ലാം ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഉന്നതത്തിൽ നിന്ന് അങ്ങയുടെ സ്വർഗസിംഹാസനത്തിൽ നിന്ന് ഈ മക്കൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. എന്നെയും ഈ വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ വചനം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിച്ച് വിശദീകരിക്കണമേ. ഒന്നിനും കുറവില്ലാതെ കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ നിസ്സീമമായ സ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഓരോ മക്കളുടെ മേലും കത്തി ജ്വലിപ്പിക്കണമേ. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവെ, അനുഗ്രഹിക്കണമേ. അപ്പാ, അങ്ങയുടെ അനുഗ്രഹത്താൽ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ വിശുദ്ധീകരണത്താൽ എല്ലാ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ സ്നേഹത്താൽ എല്ലാ കുടുംബവും സ്നേഹത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം നിറയ്ക്കട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.